നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഓഗസ്റ്റിലാണ് എക്സാം. വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് ബേസിക് സയൻസിൽ മെയിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ഉണ്ടാവുക. എല്ലാത്തൊന്നും 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഒറ്റ പേപ്പർ ആയിരിക്കും ബേസിക് സയൻസ് എന്നുള്ളത്. സോ എല്ലാത്തൊന്നും ഈച്ച് 20 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ബയോളജിയിൽ മെയിനായിട്ട് നിങ്ങളുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് കൾട്ടിവേറ്റ് റീപ്പ് ആൻഡ് ഗുഡ്നസ് ആൻഡ് ഓൾസോ ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് എന്ന് പറയുന്ന 8 ചാപ്റ്ററിലെ 7-8 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. സോ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലല്ലേ ലെറ്റ്സ് കൾട്ടിവേറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ആയുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റും ഇതേപോലെ തന്നെ ഫാമിംഗ് ടെക്നിക്കുകൾ നമ്മൾ പറയുന്നുണ്ടല്ലേ, എങ്ങനെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത്. സോ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പോട്ട് കൾട്ടിവേഷൻ, അതേപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിംഗ്, അക്വാ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻ്റ് ആയുള്ള ഫാമിംഗ് ടെക്നിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ പ്ലാന്റ് ന്യൂട്രിയൻസ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഓക്കെ, മൈക്രോ മാക്രോ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. ദെൻ പിന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ്. സോ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, അതേപോലെ തന്നെ ലെയറിങ്, ടിഷ്യൂ കൾച്ചർ, GM ക്രോപ്പ്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ പറയാനുള്ളത്, അത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ചല്ലേ വളരെ സിമ്പിൾ ആയ ടേംസുകൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം. ദാറ്റ് ഈസ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, സ്മാർട്ട് ഫാമിംഗ് എന്താണ്, അതേപോലെ തന്നെ നമ്മളോട് എന്താ ഇറിഗേഷൻ മെത്തേഡ്. അപ്പോൾ ഇറിഗേഷനും ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇറിഗേഷൻസും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞ ടേമുകളും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാം. ഓക്കെ ആണോ? പിന്നെ ബയോളജിയിൽ പഠിക്കുമ്പോൾ എല്ലാ ഫിഗേഴ്സും നിങ്ങൾ നോട്ട് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് ആണ്. സോ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം പഠിക്കുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പഠിക്കാം. അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഒരു പ്രിമിറ്റീവ് ലൈഫിൽ നിന്ന് ഒരു അഡ്വാൻസ്ഡ് ആയുള്ള ഫോം ഉണ്ടായത് എന്നുള്ളത് അല്ലേ, ഡൈവേഴ്സിഫൈഡ് ഫോം ഉണ്ടായത് എന്നുള്ള ഒരു ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ഒക്കെ ഉണ്ട്. സോ അതെന്ത് ചെയ്യുക, പഠിക്കുക. സോ അതെന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടില്ലേ, അതേ ഫിഗർ തന്നിട്ട് കുറച്ച് ബ്ലാങ്ക്സ് തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അവിടെ നിങ്ങൾ 2 തിയറീസ് ആലോചിച്ചിരിക്കണം. പാൻസ്പെർമിയ തിയറിയും കെമിക്കൽ എവല്യൂഷൻ തിയറി. അത് പഠിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്, നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. സോ ലബോറട്ടറിക്കൽ കണ്ടീഷനിൽ ഈ ഒരു എക്സ്പെരിമെന്റ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. സോ അതും ഈ പറഞ്ഞ പോലെ ഫിഗേഴ്സ് എന്ത് ചെയ്യും, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. സോ യുറേ മില്ലർ എക്സ്പെരിമെന്റ് നിങ്ങൾ സ്കിപ്പ് ആക്കരുത്. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അടുത്തത് എൻഡോസിംബയോട്ടിക് തിയറീസ് ആണ്. സോ എൻഡോസിംബയോട്ടിക്കിൽ നിങ്ങൾക്ക് എൻഡോസിംബയോട്ടിക് തിയറി എന്ന് പറഞ്ഞ് ചോദിക്കില്ല, എങ്ങനെയാണ് ഒരു ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയും ഒരു സെല്ലിനകത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഒരു ഫിഗർ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഫിഗറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ 2 ടേമുകളാണ്, കോസ്മിക് കലണ്ടറും ഇതേപോലെ തന്നെ എന്താ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കൺസെപ്റ്റുകളും നിങ്ങൾ എന്തേ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, അതൊന്നും പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല അല്ലേ. അപ്പോൾ വളരെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. സോ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, യെസ്. നമുക്ക് ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് എഴുതണം. അപ്പം നമ്മളിവിടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഫോം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്താ ലേറ്റ് ആക്കേണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ നിങ്ങൾ ഓഗസ്റ്റ് 10-ന് മുന്നേ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 75% ഓഫറോട് കൂടി, സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് നമ്മുടെ പാർട്ടാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. സോ അപ്പോൾ എന്താ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.